പുതിയ ഇൻകം ടാക്സ് നിയമപ്രകാരം എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പുതിയ ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 263 റിട്ടേൺ ഓഫ് ഇൻകം പ്രകാരം നിങ്ങളുടെ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാളും കൂടുതൽ ആണ് എങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഓൾഡ് റെജിമിൽ 2,50,000 രൂപയും ന്യൂ റെജിമിലെ 4 ലക്ഷം രൂപയാണ് ഈ ബേസിക് എക്സംഷൻ ലിമിറ്റ് വരുന്നത്. ഇനി നിങ്ങളുടെ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാളും താഴെയാണെങ്കിലും നിർബന്ധമായും ITR ഫയൽ ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു ബിസിനസ് ലോസോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ലോസോ ഉണ്ടെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ നിർബന്ധമായും ITR ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളൊരു ഇന്ത്യൻ റെസിഡന്റ് ആണ് എങ്കിൽ വിദേശത്ത് നിങ്ങൾക്ക് പ്രോപ്പർട്ടിയോ ഇൻവെസ്റ്റ്മെന്റോ ഫോറിൻ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഷെയർസോ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ITR ഫയൽ ചെയ്യണം. TDSും TCSും ആരെങ്കിലും നമ്മുടെ പിടിച്ചടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റീഫണ്ട് കിട്ടുന്നതിന് ITR ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ ചില ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസിനും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്യണം. ഇത് കൂടാതെ ഭാവിയിൽ ഗവൺമെന്റ് പറയുന്ന ചില സ്പെഷ്യൽ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന ഏതൊരാളും ITR ഫയൽ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ഇനി എപ്പോഴാണ് ITR ഫയൽ ചെയ്യേണ്ടത് അടുത്ത വീഡിയോയിൽ